സ്കൂൾ തുറക്കുന്ന അവസ്ഥ ഇന്നത്തെ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എണീച്ച് ചായ ഉണ്ടാക്കിയും ചോറുണ്ടാക്കിയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മച്ചിനോട് നമുക്ക് നല്ലോണം ചീത്തേക്കും. അതുകൊണ്ട് ഉമ്മച്ചി ഉണ്ടാക്കി തന്ന ചായ കുടിക്കുകയും ഉമ്മച്ചി ഉണ്ടാക്കി തന്ന ചോറ് പാത്രത്തിലാക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ലക്ഷറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇയാൾക്ക് ബീഫ് ഇട്ടെടുത്തപ്പോൾ ഇയാൾക്ക് ബീഫ് വേണ്ട, ഇയാൾക്ക് ഞാൻ തന്നത് ദോശ തന്നെ മതി. അല്ലെങ്കിൽ ഉമ്മച്ചി കുറച്ച് ദിവസമായിട്ട് ദോശ നൂൽപ്പിട്ട് എന്ന് ഉണ്ടാക്കുന്നുണ്ട്, ജോയ്ക്ക് വരെ അത് മതി. അങ്ങനെ ചോറൊക്കെ പാത്രത്തിലാക്കി ഇറങ്ങാൻ നേരത്താണ് ഹെൽമെറ്റ് പണി തന്നത്. അല്ലെങ്കിൽ നേരില്ലാത്ത നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും വള്ളി ഉടുങ്ങൽ സ്വാഭാവികമാണ്. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ ബെൻസിന്റെ അംബാസിഡർ ഉണ്ട്. ഇനി ഇതിന്റെ ഡിക്കിലാണോ ചെക്കനെ കൊണ്ടുപോയിട്ടെന്നുള്ള സംശയം ഇനി പിന്നിൻ്റെ. സ്കൂൾ തുറക്കായതുകൊണ്ട് തന്നെ സ്കൂളുകളൊക്കെ നല്ല കളറാക്കിന്. ഞാനൊക്കെ എങ്ങനെ സ്കൂളിൽ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുട്ടികളൊക്കെ കണ്ടിട്ട് എനിക്ക് ഇനിയും സ്കൂളിൽ പോകാനത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്താണ് പണി, ഞാൻ ഏടാണ് പണിയെടുക്കുന്നതെന്ന് ചോദിച്ചോളോടാണ് എനിക്കിനി പറയാനുള്ളത്. ഞാൻ ഇവിടെയാണ് പണിയെടുക്കുന്നത്. വർത്താനം പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആബ്സെന്റ് പോകും. ഇനി എന്താണ് പണി എന്നല്ലേ ഇതാ കണ്ടോളി, ഈ എഴുതി വെച്ചതാണ് എൻ്റെ ഇവിടുത്തെ ദൗത്യം. സ്കൂൾ തുറന്നുകൊണ്ട് തന്നെ നമുക്കിന്ന് പണി ഉണ്ടാവാനുള്ള ചാൻസ് നല്ല കുറവ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അട്ടം നോക്കിയിരിക്കാം. ഇവിടെ ആരുമില്ലേ, എടുക്കാൻ ഒരു പണിയില്ലാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദൂതനെ പോലെ 2 പണീന്റെ മുന്നിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുട്ടി വന്നു. ഇതോടുകൂടി വെറുതെ ഇരിക്കുക എന്നുള്ള എന്റെ വ്യാകുലത്തൊക്കെ ഒരു വിരാമമായി. അപ്പൊ ബൈ, സീ യു.